നമസ്കാരം. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് ഇറാൻ അതേ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായിയുടെ മകൻ മുജ്തബ അലി ഖംനായി അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഇറാനികളെയും അതുപോലെ തന്നെ IRGCയെയും ഒക്കെ കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ശക്തമായ തിരിച്ചടിയാണ് അമേരിക്കക്ക് എല്ലാ ഭാഗങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹോർമൂസിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ചില കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇറാനിലേക്ക് തിരിച്ചടി നടത്തിയത്. ഇറാനിലേക്ക് തിരിച്ചടി നടത്തിയതിന്റെ ഭാഗമായി റെയിൽവേ പാലങ്ങളൊക്കെ തകർന്നിരുന്നു. എന്നാൽ ആ റെയിൽവേ പാലങ്ങളുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ഇറാന്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ ലോകത്തിന് കാണാൻ കഴിയുന്നത്. അത്ര ശക്തമായ തിരിച്ചടി അമേരിക്കക്കെതിരെ അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഒമാൻ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ, ഒരു കപ്പൽ, ഈ കപ്പലിന് നേരെ ഇറാൻ കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നു. ഈ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. അതോടൊപ്പം തന്നെ കപ്പലുകൾക്ക് ഇന്ധനം നിറക്കുന്നതിനായിട്ടുള്ള ഒമാനിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രവും ഇവിടെ ഇറാൻ ആക്രമിച്ചു തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നതാണ്. ഇവിടെ ഖത്തറിലും അതുപോലെ തന്നെ ജോർദാനിലും ബഹ്റൈനിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയുടെ കമാൻഡ് സെന്റർ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം നടത്തി. അത് വലിയ നാശം ഈ മേഖലകളിൽ ഉണ്ടാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർന്നു. അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഇതിനോടകം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വന്നതാണ്. എന്തായാലും ഇപ്പോൾ ഖത്തറിലെ അല്ലുദൈദ് സൈനിക താവളത്തിനു നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. വലിയ നഷ്ടം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലും ഉണ്ടായിരിക്കുന്നു. ഒരു യുദ്ധവിമാനം തകർന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിനെയും ഇറാൻ വെറുതെ വിടുന്ന ലക്ഷണം കാണുന്നില്ല. അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലുമായി ബന്ധമുള്ള ഒരു വാണിജ്യ കപ്പലിന് നേരെ ഹോർമൂസിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ആക്രമണം ഈ കപ്പലിന് നേരെ ഉണ്ടായി. ഈ കപ്പലിന്റെ എഞ്ചിൻ റൂം തകർന്നു. കപ്പലിലെ സംഘങ്ങൾ, ജീവനക്കാർ, അവർ കടലിൽ ചാടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഒരു നാവികരെ ഇപ്പോൾ കാണാതായിട്ടുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. അതുപോലെ തന്നെ UAEയിലേക്കും ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് UAEയിലും കേൾക്കാൻ ഇടയായി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് ഇപ്പോൾ ഇറാന്റെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്ക നേരത്തെ പറഞ്ഞത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരടിയുണ്ടായാൽ തിരിച്ച് 20 എണ്ണം ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതുക്കും മീതെ ഞങ്ങൾ തരും എന്നതാണ് ഇറാന്റെ നിലപാട്. ആ നിലപാട് പറയുകയല്ല, അത് അവർ പ്രവർത്തിച്ചു കാണിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ആണെങ്കിൽ വലിയ ഭയപ്പാടിലാണ്. ഏത് നിമിഷവും ഇസ്രായേലിനെതിരെ ഒരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേലിലെ ഹൈഫ തുറമുഖവും അതുപോലെ തന്നെ UAEയിലെ ജബലലി തുറമുഖവും, ഈ 2 തുറമുഖവും ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില പദ്ധതികൾ ഇറാൻ, അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. എന്തായാലും നേരത്തെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന്റെ ഭാഗമായി തുറന്ന ഹോർമൂസ് വീണ്ടും അടച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഊർജ ഇടനാഴിയാണ്. ഇത് വലിയ പ്രതിസന്ധി ഭാവിയിൽ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഹോർമൂസിന്റെ ഭരണം കിട്ടുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷവും ഇറാനുമായി മുട്ടാൻ പോയത്. എന്തായാലും ഹോർമൂസ് വിട്ടുകൊടുത്തൊരു കളിക്കും തയ്യാറല്ല എന്ന് ഇറാൻ ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്. എത്ര വലിയ ശക്തിയാണെങ്കിലും അവരെ തരിപ്പണമാക്കും എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ നിലപാട്. മുജ്തബ അലി ഖംനായിയുടെ ഒരു പ്രതികരണത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ആദ്യം സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹം റിസ്ക് എടുത്തതിന്റെ ഭാഗമായിട്ടാണ്, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ അമേരിക്കയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഇറാനികളെ സംബന്ധിച്ചിടത്തോളം ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച നടപടിയിൽ അവർ തൃപ്തരല്ല. ആയത്തുള്ള അലി ഖംനായിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് 4.5 കോടി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒത്തുകൂടിയിരുന്നു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് അമേരിക്കയെ കൈകാര്യം ചെയ്യണമെന്നാണ്. എന്തായാലും
ആ ജനങ്ങളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കും, അവരുടെ അഭിപ്രായത്തിനൊപ്പം നിൽക്കും. ഇനി തൽക്കാലം കരാറോ ചർച്ചയോ വേണ്ട എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്നാണ് മുജ്തബ അലി ഖംനായി പറഞ്ഞത്. അതിനുശേഷമാണ് അമേരിക്കക്ക് ഇടതടവില്ലാതെ ഇറാന്റെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്.